അൽഹംദുലില്ലാ, വിശുദ്ധമായ ദുൽഹജ്ജിന്റെ ആദ്യ 10-ലാണ് നാം നിലനിൽക്കുന്നത്. ഇന്ന് കേരളത്തിൽ ദുൽഹജ്ജ് എത്രയാണ്? ഇന്ന് ദുൽഹജ്ജ് 4-ആണ്. ഒമാൻ ഒഴികെയുള്ള GCC രാജ്യങ്ങളിൽ ദുൽഹജ്ജ് 5-ആണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത് ദുൽഹജ്ജിലെ തക്ബീറിനെ പറ്റിയാണ്. 4 സന്ദർഭങ്ങളിൽ നാം തക്ബീർ ചൊല്ലണം. ആ തക്ബീർ ചൊല്ലിയുള്ള നേട്ടങ്ങൾ എന്താണ്, മഹാന്മാർ ഏത് രൂപത്തിലായിരുന്നു തക്ബീറുകൾ ചൊല്ലിയത്, ഇത്യാദി വിഷയങ്ങളാണ് ഇന്ന് പറയുന്നത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. വിശുദ്ധമായ ഈ ദുൽഹജ്ജ് മാസത്തിലെ പവിത്രമായ ദിനരാത്രങ്ങളിൽ നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളെയും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ഖൈറായ മുറാദുകളെയും, എല്ലാ പ്രയാസങ്ങളെയും, പ്രതിസന്ധികളെയും, എല്ലാ ഖൈറായ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് തക്ബീർ ചൊല്ലിയാലുള്ള ഒരു നേട്ടത്തെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. അല്ലാഹു അക്ബർ എന്ന തക്ബീർ നാം എവിടെ വച്ച് ചൊല്ലിയോ ആ പരിസരങ്ങളിൽ ശപിക്കപ്പെട്ട പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു കബീറുൻ, അല്ലാഹു വലിയവനാണ് എന്ന അർത്ഥമല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ് എന്ന അർത്ഥം വരുന്ന ഈ തക്ബീർ നാം എവിടെ വച്ച് ചൊല്ലിയോ അവിടെ പിശാച് അടുക്കുകയില്ല. ആ ഒരു ലഫ്ലിന് മാത്രമല്ല, ആ തക്ബീർ എപ്പോഴും ഉച്ചരിക്കുന്ന, പ്രത്യേകിച്ച് മുഅദ്ദിനീങ്ങൾ, തക്ബീർ ചൊല്ലുന്ന ആളുകൾ, അവർക്കും വലിയ മഹത്വമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിൽ സ്ഥിരം തക്ബീർ മുഴക്കിക്കൊണ്ടിരുന്ന, ബാങ്ക് വിളിച്ചിരുന്ന മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എങ്ങനെയായിരുന്നു ബഹുമാനിച്ചത്? ഉമ്മർദിലാ അൻ അബീ ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി. ഈ പ്രതിപാദിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ സ്വഹാബികളിൽ വച്ച് ഏറ്റവും ഉത്തമനായ, അങ്ങേയറ്റം തഖ്വായുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ബിലാൽ തങ്ങളെ എങ്ങനെയാണ് അഭിസംബോധനം ചെയ്യാറ്? യാ സയ്യിദി യാ ബിലാൽ, അല്ലയോ സയ്യിദ് അവറുകളെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും പല നിലയ്ക്കും താഴേക്കിടയിലായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇത്രമാത്രം ബഹുമാനിക്കാനുള്ള കാരണം, ബിലാൽ റളിയല്ലാഹു അൻഹു തക്ബീറുകൾ എപ്പോഴും ചൊല്ലുമായിരുന്നു. അവിടുന്ന് ബാങ്ക് വിളിക്കുന്നയാളായിരുന്നു എന്ന ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തക്ബീറുകൾ എവിടെ വെച്ച് ആര് ചൊല്ലിയാലും അത് വലിയ ബറക്കത്താണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിനും പരിസരങ്ങൾക്കും വലിയ ഐശ്വര്യമാണ്. പ്രത്യേകിച്ച് പൈശാചികമായ പല പ്രയാസങ്ങളിൽ നിന്നും കാവലാണ്. എന്റെ കുട്ടി എപ്പോഴും ഉറക്കത്തിൽ ദുസ്വപ്നം കണ്ട് പേടിക്കുകയാണ്. ഉറക്കത്തിൽ യൂറിൻ പാസ് ചെയ്യുന്ന മക്കൾ, എപ്പോഴും വാശിയോടെ പെരുമാറുന്ന മക്കൾ, അസുഖം വന്നിട്ട് മാറുന്നില്ല, ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത്, ഇങ്ങനെയൊക്കെ പൈശാചികമായ പ്രയാസങ്ങളുള്ള ഏത് കുടുംബങ്ങളിലും ഇൻഷാ അല്ലാഹ് മുറുകെ പിടിക്കേണ്ട ഒരു നാമമാണ് അല്ലാഹു അക്ബർ എന്ന അല്ലാഹുവിന്റെ ഇസ്മ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, സ്വഹാബികൾക്ക് വിശുദ്ധമായ ദുൽഹിജ്ജ മാസം അങ്ങോട്ട് ആഗതമാകുമ്പോഴേക്കും വലിയ ആവേശമാണ്. ദിക്റുകൾ കൊണ്ടും മറ്റുള്ള ഇബാദത്തുകൾ കൊണ്ടും ധന്യമാക്കുന്ന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ തങ്ങളും യഖ്റുജാനി ഇലസ്സൂഖി ഫി അയ്യാമിൽ അശ്ർ, ദുൽഹജ്ജ് ആദ്യ 10 ദിവസങ്ങളിൽ അതാ മാർക്കറ്റിലേക്ക് പുറപ്പെടും. ഈ 2 സ്വഹാബികൾ യുക്കബ്ബിറാനി, തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ട് തക്ബീറുകൾ ചെല്ലുമ്പോൾ ഇത് കേട്ടുകൊണ്ട് ജനങ്ങളതാ വയുക്കബ്ബിറുന്നാസു ബി തക്ബീരിഹിമാ, ഈ തക്ബീറുകൾ കേട്ടുകൊണ്ട് ജനങ്ങളും ആ തക്ബീറുകൾ ഏറ്റുപറയുന്ന ഒരു സ്വഭാവം, ഒരു ശൈലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാന്മാർ തന്നെ ഈ മാസത്തിൽ തക്ബീറുകൾ കൊണ്ടും മറ്റുള്ള അദ്കാറുകൾ കൊണ്ടും വ്യാപൃതമാകുമ്പോൾ നമുക്ക് വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ചില രൂപങ്ങളുണ്ട്, തക്ബീർ ചൊല്ലേണ്ട രൂപങ്ങൾ. പ്രത്യേകിച്ച് സഹാബികളാകുമ്പോൾ അവർ മുജ്തഹിദീങ്ങളാണ്. അവർക്ക് ഈ വിഷയത്തിൽ നമ്മെ പോലെയല്ല.
പഠിച്ചവരല്ല. അവർ നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചവരാണ്, ആ ഒരു ഈമാനുള്ളവരാണ്. അന്നത്തെ ആ ഒരു സാഹചര്യമോ അന്നത്തെ ആളുകളോ അല്ല നാം. മറിച്ച് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന ചില രൂപങ്ങളുണ്ട്, തക്ബീർ ചൊല്ലേണ്ട രൂപങ്ങൾ. അങ്ങനെയുള്ള ഒരു 4 തക്ബീറിന്റെ രൂപങ്ങളാണ്, ചൊല്ലേണ്ട രൂപങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നാം പറയുന്നത്. തക്ബീർ ചൊല്ലേണ്ട ഒന്നാമത്തെ സന്ദർഭം എന്നത് ഹീന യുറാ ശൈഅൻ മിൻ ബഹീമത്തിൽ അൻആം, ദുൽഹജ്ജ് ആദ്യ 10 ദിനങ്ങളിൽ ഉളഹിയത്തിന് വേണ്ടി നിയത്താക്കപ്പെട്ടിട്ടുള്ള മൃഗങ്ങളിൽ നിന്നുള്ള ആട്, മാട്, ഒട്ടകങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക. അതിനെ കാണുന്ന, ആ മൃഗങ്ങളെ കാണുന്ന സന്ദർഭത്തിൽ തക്ബീർ ചൊല്ലുക. ഔ യുകബ്ബിറു ഹീന യുസ്മിഉ സൗത്തുൽ അൻആം, ആ ഉളഹിയത്ത് മൃഗങ്ങൾ കരയുന്ന ശബ്ദം കേൾക്കുന്ന സമയത്തും തക്ബീർ ചൊല്ലുക. അവിടെ ചൊല്ലേണ്ട രൂപം എന്ന് പറയുന്ന ഒരു ഉളഹിയത്തിനായിട്ടുള്ള ഒരു ആടിനെ കണ്ടാൽ അല്ലാഹു അക്ബർ, മറ്റൊരു മൃഗത്തെ കാണുമ്പോൾ അല്ലാഹു അക്ബർ, അത്ര മതി. അല്ലാഹു അക്ബർ അത്ര മതി. അതല്ലാതെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആ ഒരു രൂപമല്ല ഇവിടെ ജസ്റ്റ് അല്ലാഹു അക്ബർ, ബസ് അത്ര മതി. ഇനി രണ്ടാമത്തെ തക്ബീർ എന്ന് പറയുന്നത് മുർസലായ തക്ബീറുകൾ ചൊല്ലേണ്ട സന്ദർഭമാണ്. മുർസൽ എന്ന് പറഞ്ഞാൽ ഫോർവേഡ്, ഹാപ്പൻഡ്, വലിയ പെരുന്നാളിന്റെ ദിവസം ഈ തക്ബീർ സംഭവിക്കുക എന്നുള്ള നിലയ്ക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറുകൾക്ക് പരിമിതിയില്ല. ബലിപെരുന്നാളിന്റെ പകലിന്റെ തലേ ദിവസമായ രാത്രി മഗ്രിബ് മുതൽ വഴിയെന്നോ വീടെന്നോ മസ്ജിദെന്നോ മാർക്കറ്റെന്നോ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ചെരിഞ്ഞു കിടക്കുമ്പോൾ, ഇങ്ങനെ ഏത് അവസരങ്ങളിലും ചൊല്ലാൻ പറ്റുന്ന തക്ബീറുകളാണ് ഈ മുർസലായ തക്ബീർ എന്ന് പറയുന്നത്. അതായത് ബലിപെരുന്നാളിന്റെ ദിവസം എന്ന നിലയ്ക്ക് ചൊല്ലേണ്ട തക്ബീർ എന്ന നിലയിൽ ചൊല്ലുക. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു തക്ബീർ ഉണ്ട്, മുഖയ്യിദായ തക്ബീർ. അത് ചൊല്ലേണ്ട സന്ദർഭം ഏതാണ്? മുഖയ്യിദായ തക്ബീർ എന്ന് പറഞ്ഞാൽ എൻചെയിൻഡ് ആയിട്ടുള്ള തക്ബീർ, നിസ്കാരത്തിനോട് തുടർന്നുകൊണ്ട് ചൊല്ലേണ്ട തക്ബീറുകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഈ തക്ബീറുകൾ ചൊല്ലേണ്ട സമയം തുടങ്ങുന്ന മിൻ സുബ്ഹി യൗമി അറഫ, അറഫ നോമ്പ് പിടിക്കേണ്ടതായ അറഫ ദിനത്തിന്റെ രാവിലെ സുബ്ഹിയുടെ സമയം ആയതു മുതൽ ഇലാ അസ്രി ആഖിരി അയ്യാമിത് തശ്രീഖ്, അയ്യാമുത് തശ്രീഖിലെ അവസാനത്തെ ദിവസത്തിലെ അസ്റിന്റെ സമയം തീരുന്നത് വരെ ഓരോ നിസ്കാര ശേഷവും ഇമാം സലാം വീട്ടിയതിനു ശേഷം മറ്റ് നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ടുന്ന ദിക്റുകളൊക്കെ ചൊല്ലുന്നതിന് മുന്നെയായി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെ ഈ രൂപത്തിൽ തക്ബീറുകൾ ചൊല്ലുക. ഈ തക്ബീർ എന്ന് പറഞ്ഞാൽ എപ്പോഴുമില്ല, നിസ്കാര ശേഷം മാത്രം. അത് അയ്യാമുത് തശ്രീഖിലെ അവസാനത്തെ ദിവസത്തിലെ അസറിന്റെ സമയം തീരും വരെ. അയ്യാമുത് തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 10 പെരുന്നാള്, അതിനുശേഷം വരുന്ന 3 ദിവസങ്ങൾ ദുൽഹജ്ജ് 11, 12, 13 ഇതാണ് അയ്യാമുത് തശ്രീഖിന്റെ ദിവസങ്ങൾ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, അയ്യാമുത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ ഭക്ഷിക്കുകയും കുലു വഷ്റബു, നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയും വദ്കുറുസ്മല്ലാ, അല്ലാഹുവിന്റെ നാമങ്ങൾ ഉരുവിടുകയും ചെയ്യുക എന്നൊരു ഹദീസിൽ കാണാം. അപ്പൊ ഇതാണ് ഈ 3 തക്ബീറുകളുടെ രൂപം. ഇനി ഒരു തക്ബീർ കൂടെ നാം ചൊല്ലേണ്ടതുണ്ട്. അത് വിശുദ്ധമായ സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം വകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. എന്താണ് ഇതിന്റെ അർത്ഥം? വയദ്കുറുസ്മല്ലാഹി, അല്ലാഹുവിന്റെ നാമങ്ങളെ നിങ്ങൾ സ്മരിക്കുക, ദിക്റുകൾ ചൊല്ലുക. ഫി അയ്യാമിൻ മഅലൂമാത്തിൻ, അറിയപ്പെട്ട ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യാമിൽ അശർ, ദുൽഹജ്ജിലെ ആദ്യ 10 ദിനങ്ങളിൽ നിങ്ങൾ ഈ ദിക്റുകൾ ചൊല്ലുക. എപ്പോൾ? അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, ആട്, മാട്, ഒട്ടകങ്ങൾ എന്നീ അനുഗ്രഹങ്ങൾ നിങ്ങൾ വകുലൂ മിൻഹാ, അതിനെ ഉളുഹിയത്തറക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ ഉളുഹിയത്ത് കർമ്മം നടത്തുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് ആട്, മാട്, ഒട്ടകങ്ങൾ. അവകളെ കൊണ്ട് നിങ്ങൾ ഉളുഹിയത്ത് നടത്തുകയും വകുലൂ മിൻഹാ, ആ മൃഗങ്ങളുടെ മാംസത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാവപ്പെട്ട വളരെ ദരിദ്രരായ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, പാവപ്പെട്ടവർക്ക് നിങ്ങളത് ദാനം ചെയ്യുകയും ചെയ്യുക എന്ന ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, ഈ മൃഗങ്ങളെ നാം അറുക്കുമ്പോൾ
വെറും കാഴ്ചക്കാരായി മാത്രം നിൽക്കാതെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്ന ആ തക്ബീറുകൾ നാം പറയുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോൾ ഇതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന തക്ബീറുകൾ ചൊല്ലേണ്ട 4 ഇടങ്ങൾ. ഇനി നാം പറയുന്നത് പ്രത്യേകിച്ച് പള്ളികളിൽ മുർസലായിട്ടുള്ള ബലിപെരുന്നാളിൻ്റെ ദിവസം നാം ചൊല്ലുന്ന തക്ബീറുകൾ. 3 തക്ബീറുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രൂപം പറയുന്നുണ്ട്, തക്ബീറുകൾ ചൊല്ലേണ്ട രൂപം. ഇൻഷാ അല്ലാഹ് അതാണ് ഇനി നാം പറയുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ 3 തക്ബീറുകൾ ചൊല്ലി അതിനുശേഷം ഈ രൂപത്തിലാണ് നാം തക്ബീർ ചൊല്ലേണ്ടത്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ സ്വദഖ വഅദ വനസ്വറ അബ്ദ വഅസ്സ ജുന്ദ വഹസമൽ അഹ്സാബ വഹദ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ഒരു രൂപത്തിൽ നാം 3ാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലണമെന്ന് ഉമ്മ എന്ന് പറയുന്ന മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ അവിടുന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പഠിച്ച ഇൽമുകൾ പ്രാവർത്തികമാക്കാൻ ഉപകാരപ്പെടുത്താൻ എല്ലാവിധ തൗഫീഖുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് തക്ബീറിനെ പറ്റിയുള്ള ക്ലാസ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായി കാണാൻ. ഈ ഒരു അറിവിന്റെ പ്രതിഫലത്തിൽ നിങ്ങൾക്കും പങ്കുകൊള്ളാം. നിങ്ങളുടെ അടുത്ത ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇതിന്റെ പുണ്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായി കാണാം. കീപ് വാച്ചിങ് ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.